അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മദ്രസയിലെ 7ാം ക്ലാസ്സിലെ അഹ്കാമുത്ത് തജ്വീദ് പബ്ലിക് എക്സാമിനുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നിങ്ങളുടെ മുമ്പിൽ. തീർച്ചയായിട്ടും ഇത് കുട്ടികൾക്ക് ഉപകരിക്കും. അല്ലാഹു ഖൈർ നൽകട്ടെ. നമ്മുടെ കുട്ടികൾക്ക് നാഫിയായ ഉലൂമുകൾ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മക്കളെ സ്വാലിഹായ മക്കളിൽ അള്ളാഹു ചേർക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ശരിയായ കോലത്തിൽ റൈറ്റ് അടയാളപ്പെടുത്തുക. അവൻ, അത് എന്നീ അർത്ഥമുള്ള ഹാ ഏത്? ഹാഉൽ ലമീർ, ഹാഉ തനീസ്, ഹാഉ സക്ത അല്ലേ? അവൻ, അത് എന്നീ അർത്ഥമുള്ള ഹാഉൽ ലമീർ. ലീൻ അക്ഷരങ്ങളേത്? അലിഫ് വാവ്, അലിഫ് യാ, വാവ് യാ. ഉത്തരം വാവ് യാ. ഫത്ഹിന് ശേഷം വരുന്ന സാക്കിനത്തായ വാവും യാവുമാണ് ലീൻ അക്ഷരങ്ങൾ. ഖുർആൻ പാരായണത്തിൽ നിന്ന് വിരമിക്കൽ, ഖുർആൻ ഓത്തിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കൽ, അതെന്ത്? ഖത്ഉ, വഖഫ്, സഖ്ത്. ഉത്തരം ഖത്ഉ. എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളതാണ് ഏത്? ഖത്തുർ റുക്അ, ഖത്തുൽ ഫാരിസ്, ഖത്തുൻ നസ്ഖ്. ഉത്തരം ഖത്തുൻ നസ്ഖ്. സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ 4, 6, 5. ഉത്തരം 5 സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ 5. ഹാഉ തനീസ്, ഹാഉ തനീസിൻ്റെ ഒരു ഉദാഹരണം: റബ്ബാനിയ, മാലിയ, അദാബഹു അഹദ്. കൂടെ അസ്സബാനിയ, സബാനിയ അതിലുള്ള ഹാ ആണ് ഹാഉ തനീസ്. മാലിയ അതിലുള്ള ഹാഉ സക്ത, അതായത് സുക്കൂനുള്ള ഹാ ആണ്. ഇനി അദാബഹു അഹദ് ഹർക്കത്തുള്ള ഹാ, ഫത്ഹ്, ലമ്മ്, കസ്ർ അങ്ങനെ വരുന്ന ഹാ, അത് ഹാഉൽ ലമീർ, അവൻ, അത് എന്ന അർത്ഥമുള്ളത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ചേരുംപടി ചേർക്കുക. ആരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ശ്വാസം അയക്കാതെ അല്പം അടങ്ങൽ, സക്ത. ഫൗസൻ അലീമ, ഫൗസൻ അലീമ എന്തിൻ്റെ ഉദാഹരണമാണത്? ഇൽഹാർ, സാക്കിന, അത് തൻവീൻ, തൻവീനിൻ്റെ ശേഷം ഹൽക്കിൻ്റെ അക്ഷരം വന്നാൽ അത് ഇൽഹാർ ചെയ്തു ഓതണം. ഇനി ദാത ലഹബ്, ദാത ലഹബ് അതെന്താണ്? ദാത, ദാത്ത ചെല്ലുമ്പോൾ അവിടെ ഒരു മദ്ദുണ്ട്. അത് ഏത് മദ്ദാണ്? അത് അൽ മദ്ദുൽ അസ്ലി, അസ്ലിയായ മദ്ദാണ് ദാത്ത ലഹബിലുള്ളത്. ഇനി ശബ്ദവും ശ്വാസവും മുറിക്കാതെ ചേർത്തി ഓതൽ, ശബ്ദവും ശ്വാസവും മുറിക്കാതെ ചേർത്തി ഓതൽ, അത് വസ്ൽ, ചേർത്തി ഓതൽ വസ്ൽ. വസ്വൈഫ്, വസ്വൈഫ് അത് മദ്ദുൽ ലീൻ. റിഹ്ലതശ്ശിതാ അത് മദ് മുത്തസിൽ. വസ്സൈഫ് എന്നുള്ളത് മദ്ദുലീൻ. കാരണം വസ്സൈഫ് സ്വാദിക്ക് ഫത്ഹ് അല്ലേ? ഫത്ഹിന് ശേഷം വരുന്ന നെക്സ്റ്റ് എന്ത്? സകൂൻ, സാക്കിനായ യാ ഉണ്ട്, അത് മദ്ദുലീൻ. ഇനി റിഹ്ലതശ്ശിതാഇ അവിടെ മറ്റക്ഷരത്തിന് ശേഷം അതേ കലിമത്തിൽ ഹംസ വന്ന് അത് മദ് മുത്തസിലാണ്. ഇനി പൂരിപ്പിക്കുക. ഖുർആനിൽ ഡാഷ് സ്ഥലങ്ങളിൽ സക്ത ചെയ്തു ഓതണം. ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ സക്ത ചെയ്തു ഓതണം. ഖുർആൻ ഖത്തു നസ്ഖിലാണ് എഴുതിയിട്ടുള്ളത്. ഖുർആൻ ഖത്തു നസ്ഖിലാണ് എഴുതിയിട്ടുള്ളത്. മദ്ദുല്ലീൻ ഒരു അലിഫ് മാത്രം നീട്ടലാണ് ഉത്തമം.
മദ്ദുലീൻ ഒരു അലിഫ് മാത്രമാണ് നീട്ടൽ ഉത്തമം. ഇനി ഒരു പദത്തിൽ അവസാനത്തെ അക്ഷരവും അടുത്ത പദത്തിൽ തമ്മിൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യൂ. മനസ്സിലായില്ല? ഒരു പദത്തിൽ അവസാനത്തെ അക്ഷരവും അടുത്ത പദത്തിൽ ആദ്യ അക്ഷരവും തമ്മിൽ ഇദ്ഗാം ബിഗുന്ന ചെയ്യൂ. ഇദ്ഗാം ബിഗുന്ന ചെയ്യുന്നത് 2 കലിമത്തിലായിട്ട് വരണം അല്ലേ? ആദ്യ പദത്തിലും ഒരു പദത്തിലെ അവസാനത്തെ അക്ഷരവും അടുത്ത പദത്തിലെ ആദ്യ അക്ഷരവും 2 പദത്തിലായിട്ട് വരും എന്ത്? ഇദ്ഗാം ബിഗുന്ന. പ്രധാനമായും 3 തരത്തിൽ ഹാ വരാറുണ്ട്. ഹാ 3 വിധത്തിലുണ്ട്. അത് ഹാ ഉൽ ലമീർ, ഹാ ഉ തനീസ്, ഹാ ഉ സഖത്ത് അല്ലേ? ഇനി ഉത്തരമെഴുതുക. പദങ്ങളെ മുഅന്നസാക്കാൻ ഉപയോഗിക്കുന്ന ഹാഇൻ്റെ പേരെന്ത്? ഹാ ഉ തനീസ്. നമ്മുടെ ഖിറാഅത്തിൽ മുതകാരിബാനിയായ അക്ഷരമേത്? ലാം റാ. മുതജാനിസാനിയിൽ ഒരു ഉദാഹരണം. വഖത്തബയ്യന. ഇദ്ഗാം മുതജാനിസാനിയുടെ ഉദാഹരണമാണ് വഖത്തബയ്യന. ദാലിനെ തായിൽ ഇദ്ഗാം ചെയ്തു. ശ്വാസം അയച്ച് ഓത്തു നിർത്തൽ. ശ്വാസം അയച്ച് ഓത്തു നിർത്തൽ വഖഫ്. അറബി ആരുടെ ഭാഷയാണ്? സ്വർഗവാസികളുടെ. അറബി ആരുടെ ഭാഷയാണ്? സ്വർഗവാസികളുടെ. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരമെഴുതുക. മദ്ദുൽ ലാസിം എന്നാൽ എന്ത്? മദ്ദുൽ ലാസിം എന്നാൽ എന്ത്? മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരമായ, അതായത് ഫതഹിന് ശേഷം വരുന്ന സാക്കിനത്തായ വാവ്, യാ എന്നിവയുടെ ശേഷം അതേ കലിമത്തിൽ സ്ഥിരമായ സുക്കൂന് വന്നാൽ ഉണ്ടാകുന്ന മദ്ദിനാണ് മദ്ദുൽ ലാസിം എന്ന് പറയുന്നത്. അത് ഹർഫായിട്ട് വരുന്ന പദങ്ങളായിട്ട് വരുന്നു. ഹർഫായിട്ട് വരുമ്പോൾ മദ്ദുൽ ലാസിമുൽ ഹർഫിയി, കലിമത്ത് പദങ്ങളായിട്ട് വരുമ്പോൾ മദ്ദുൽ ലാസിമുൽ കലിമിയി. അങ്ങനെ. ഇനി നെക്സ്റ്റ് മുതജാനിസാനിയിൽ ആദ്യ അക്ഷരത്തെ ഇദ്ഗാം ചെയ്യില്ലയപ്പോൾ ഇദ്ഗാം മുതജാനിസാനിയിൽ അതിന് ഇദ്ഗാം ചെയ്യുകയില്ല. എപ്പോൾ? ആദ്യത്തെ അക്ഷരം ഹൽക്കിൻ്റെ ഹർഫായാൽ അല്ലേ? ആദ്യത്തെ അക്ഷരം ഹൽക്കിൻ്റെ അക്ഷരമായാൽ ഇദ്ഗാം മുതജാനിസാനിയിൽ അതിന് ഇദ്ഗാം ചെയ്യുകയില്ല. ഇദ്ഗാം എന്നാൽ എന്ത്? ഒരക്ഷരത്തെ മറ്റൊരക്ഷരത്തിലേക്ക് ചേർത്തി ഷദ് ചെയ്ത് ഒരക്ഷരമായി ഉച്ചരിക്കുന്നതിനാണ് ഇദ്ഗാം എന്ന് പറയുന്നത്. സഖ്തയും ഖത്അയും തമ്മിലുള്ള വ്യത്യാസമെന്ത്? എന്താണ് സഖ്തയും ഖത്അയും തമ്മിലുള്ള വ്യത്യാസം? ശ്വാസം അയക്കാതെ അല്പം അടങ്ങുന്നതിന് സഖ്ത എന്നും, ശ്വാസം അയക്കാനില്ല പക്ഷേ സ്റ്റോപ്പാക്കുന്ന അല്പം അടങ്ങുന്നതിന് സഖ്ത് എന്നും, ഓത്തിൽ നിന്ന് പൂർണ്ണമായി വിരമിക്കുന്നതിന് ഖത്അ എന്ന് പറയുന്നു. ഹാ ഉ തനീസ് ഹാ ആയി ഉച്ചരിക്കണം. എപ്പോൾ? ഹാ ഉ തനീസ് ഹാ ആയി ഉച്ചരിക്കണം വഖഫ് ചെയ്യുമ്പോൾ. ഹാ ഉ തനീസിനെ താ ആയി ഉച്ചരിക്കും എപ്പോൾ? ചേർത്തി ഓതുമ്പോൾ. വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ട് ഉച്ചരിക്കും. ഇനി 5 വരയിൽ കുറയാത്ത കുറിപ്പ് എഴുതുക. അറബി ലിപി. അറബി ഭാഷയ്ക്ക് നിരവധി ലിപികളുണ്ട്. ഖത്തു ഖൂഫി, ഖത്തുൻ നസ്ഖ്, ഖത്തു സുലുസ്, ഖത്തു റുക്അ, ഖത്തുൽ ഫാരിസി, ഖത്തു ദീവാനി എന്നിവ അവയിൽ പ്രധാനപ്പെട്ടതാണ്. ഓരോ ലിപിയിലും അക്ഷരങ്ങളുടെ രൂപങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളതാണ് ഖത്തുൻ നസ്ഖ്. ലോകത്തെ ബഹുഭൂരിഭാഗം രാജ്യങ്ങളിലും പരിശുദ്ധ ഖുർആൻ, ഹദീസ് ഗ്രന്ഥങ്ങൾ, മറ്റ് അറബി പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ഖത്തുൻ നസ്ഖിലാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇത് പൂർണ്ണമായും ഉപയോഗപ്പെടുത്തുക.
പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു എല്ലാവർക്കും നൽകട്ടെ. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ആദ്യമായി കാണുന്നവർ ഇതിനെ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കുക. എല്ലാവർക്കും അള്ളാഹു തആല ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും.